ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിലെ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു, പെർഫോമൻസ് അപ്രൈസലിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് അപ്രൈസൽ സിസ്റ്റം, അത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസ്സിലെ നമുക്ക് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ പ്രോബ്ലംസ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ നോക്കാം. ഒരു ഫോർമൽ അപ്രൈസൽ ടെക്നിക്സ് അല്ലെങ്കിൽ ഒരു ഫോർമൽ മെറിറ്റ് റേറ്റിംഗ് ടെക്നിക്സിലെ ഉണ്ടാകുന്ന ചില ന്യൂനതകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസിൽ പറയുന്നത് ഒന്ന് ഇൻകൺസിസ്റ്റൻ്റ് റേറ്റിംഗ് ആണ്. ഇൻകൺസിസ്റ്റൻ്റ് റേറ്റിംഗ്സ്, അതായത് ഇവിടെ ഡിഫറൻറ്റ് സൂപ്പർവൈസേഴ്സ് ഒരു പെർട്ടിക്കുലർ എംപ്ലോയീനെ അപ്രൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അപ്രൈസ് ചെയ്യുന്നത് ഡിഫറൻ്റ്ലി ആയിരിക്കും അല്ലേ. ഇപ്പോൾ 2-3 റേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഓരോ ഇൻഡിവിജ്വലാണ്. അപ്പോൾ അവർ ഒരു എംപ്ലോയീനെ അപ്രൈസ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ റേറ്റിംഗ് എങ്ങനെയായിരിക്കില്ല, കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ എത്ര ഒബ്ജക്റ്റീവ്ലി നമ്മളത് ചെയ്യാനായിട്ട് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് തീരുമാനിച്ച് ചെയ്യുകയാണെങ്കിലും വ്യത്യസ്ത ആളുകൾ റേറ്റിംഗ് നടത്തുമ്പോൾ അത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും അവർ ഒരാളെ ചെയ്യുന്നുണ്ടായിരിക്കുക, റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ അപ്രൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാം. റേറ്റിങ്ങിൻ്റെ റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആകണം എന്നില്ല, അത് വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ ഡിഫറെൻറ്റ് സൂപ്പർവൈസേഴ്സ് പെർട്ടിക്കുലർ എംപ്ലോയീനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് റേറ്റിംഗ് നടത്തുന്നത്, അതൊരു ലിമിറ്റേഷനാണ്. മറ്റൊരു ന്യൂനത എന്ന് പറയുന്നത് ഹാലോ എഫക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, നമ്മളെപ്പോഴും പറയും, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, പറയാറുള്ളതാണ്. അതേപോലെ തന്നെ ചില ജനറൽ ഇംപ്രഷൻ്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസ് റേറ്റ് ചെയ്യപ്പെടാം. അവരെ ഓവർ റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ റേറ്റിംഗ് ലോ ആയിട്ട് അണ്ടർ റേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എംപ്ലോയിയുടെ ഏതെങ്കിലും ഒരു ട്രേറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ ഗുണം, അതിൻ്റെ ബേസിലായിരിക്കും മറ്റെല്ലാ ട്രേറ്റ്സുകളും റേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എംപ്ലോയിയുടെ ഒന്നോ അതിൽ കൂടുതലോ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാഡ് പെർഫോമൻസ് ഓർ പുവർ പെർഫോമൻസ്, അതിൻ്റെ ബേസിൽ എല്ലാ ട്രേറ്റ്സുകളും നമ്മൾ റേറ്റ് ചെയ്യുന്നു. അപ്പം അത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ന്യൂനതയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചില എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അവരെ വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരിക്കില്ല, നീറ്റല്ലാണ്ട് അത്ര ഭംഗിയൊന്നുമില്ലാതെ നീറ്റായിട്ടൊന്നും ഡ്രസ്സ് ചെയ്യാതെ ആകെ കൂടെ ഒരു ഇതായിട്ട് വരുന്ന എംപ്ലോയീസ്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ റേറ്റേഴ്സ് എന്ത് വിചാരിക്കും, കുറച്ച് മടിയന്മാരാണ്, ആ ഒരു ഇംപ്രഷൻ അവരുടെ ഉള്ളിലുണ്ടാകാം. അപ്പോൾ പിന്നെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് മുഴുവൻ ആ ഒരു ഇംപ്രഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അയാൾ ഇത്തിരി ലേസിയാണ് വർക്ക് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അണ്ടർ റേറ്റഡ് ആണ്. പക്ഷേ അദ്ദേഹം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയി ആയിരിക്കും. അയാൾ നേരെ ചൊവ്വേ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യാതെ ഷേവ് ഒന്നും ചെയ്യാതെ ഒട്ടും ഭംഗിയല്ലാതെ വരുന്നു. അപ്പോൾ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആണ്, പക്ഷേ അയാളുടെ ഈ ഒരു ലുക്ക്,
അത് ചിലപ്പോൾ ഒരു ബാഡ് ഇംപ്രഷൻ ആവും റേറ്റർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ അദ്ദേഹത്തെ മൊത്തത്തിലെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അണ്ടർ റേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാലോ എഫക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജനറൽ ലിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് റേറ്റർക്ക് നൽകിക്കൊണ്ട് ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൻ്റെ ബേസിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാലോ ഇഫക്റ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനത ഇതിന് വരുന്നുണ്ട്. മറ്റൊന്ന് പേഴ്സണൽ ബയാസ് ഓഫ് അപ്രൈസറാണ്. അപ്രൈസറുടെ പേഴ്സണൽ ബയാസാണ്. ഇപ്പോൾ റേറ്റേഴ്സിൻ്റെ ആ ഒരു പേഴ്സണൽ ബയാസ് ഇവാലുവേഷനെ ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ റേറ്റിങ്ങിനെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ എംപ്ലോയീസിനെ റേറ്റ് ചെയ്യുന്നത് റിലീജിയസ് ബിലീഫിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് റേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാകാം, തീർച്ചയായിട്ടും റേറ്റിങ്ങിനെ ആ ഒരു ഘടകം ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റേറ്ററുടെ അല്ലെങ്കിൽ ഒബ്സർവറുടെ ഇവാലുവേറ്ററുടെ പേഴ്സണൽ ബയാസും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, റേറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം, പേഴ്സണൽ ബയാസ് ഓഫ് അപ്രൈസർ. ദെൻ പിന്നൊന്ന് വരണത് ലെനീൻസി ഓർ സ്ട്രിക്റ്റ്നെസ് ആണ്. ചില റേറ്റേഴ്സ് വളരെ ലെനിയൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അതേസമയം മറ്റു ചില ആളുകൾ ഭയങ്കര സ്ട്രിക്റ്റും ആയിരിക്കും. അപ്പോൾ ചില ആളുകൾ ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്ത, കുറേ ആളുകൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ കേസിൽ വരികയാണെങ്കിൽ അവിടെ എംപ്ലോയീസ് ഓവർ റേറ്റ് ചെയ്യുക, നല്ല ലാവിഷായിട്ട് പോയിൻ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്കോർ കൊടുക്കുന്ന ഒരു റേറ്ററാണ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് നല്ലപോലെ മാർക്ക് കൊടുക്കുന്നവരായിരിക്കും, ചിലവർ നന്നായി പിടിച്ച് പിശുക്കി കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നല്ല പോലെ മാർക്ക് ഇടുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് പെർഫോം ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് എഴുതിയാലും നമുക്ക് കുറേ മാർക്ക് കിട്ടും. അതേസമയം സ്ട്രിക്റ്റായിട്ട് വാല്യൂ ചെയ്യുന്ന ആളാവുമ്പോൾ അവിടെ നമ്മൾ കുറേ എഴുതിയാലും നമുക്ക് കുറച്ച് മാർക്കേ ഉണ്ടാവുള്ളൂ. എന്ന പോലെ തന്നെയാണ് ലെനിയൻ്റ് ആയിട്ടുള്ള റേറ്റർ ആണെങ്കിൽ എംപ്ലോയീസ് ഓവർ റേറ്റഡ്, എന്നാൽ സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന ആളാണെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെൻഡൻസിയും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലെനിയൻസി ഓർ സ്ട്രിക്ട്നെസ് ഓഫ് റേറ്റേഴ്സ് അതും ഇതിൻ്റെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാം. മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ആവറേജ് റേറ്റിംഗ് ആണ്. അതായത് നമ്മളൊരു ഹൈ റേറ്റോ അല്ലെങ്കിൽ ഒരു ലോ റേറ്റോ കൊടുക്കുന്നതിന് പകരം അപ്രൈസറെ എപ്പോഴും എന്തായിട്ട് നൽകും, ഒരു ആവറേജ് റേറ്റിംഗ് കൊടുക്കും എല്ലാ എംപ്ലോയീസിനും. കാരണം നമ്മളിപ്പോൾ വളരെ ഉയർന്ന ഒരു റേറ്റ് കൊടുത്തു കഴിഞ്ഞാലും വളരെ മോശമായിട്ട് താഴ്ന്ന രീതിയിൽ എംപ്ലോയീസിനെ റേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും ഉയർന്ന റേറ്റിംഗ് നൽകിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ ഇത്രയും മോശം താഴ്ന്ന റേറ്റിംഗ് നൽകി, അപ്പം അതിൻ്റെ കാരണവും അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് സാധാരണ ഇവാലുവേറ്റേഴ്സ് എന്ത് ചെയ്യും, എല്ലാ എംപ്ലോയീസിനും ആവറേജ് റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ ഈ ആവറേജ് റേറ്റിംഗ് കൊടുത്താൽ നമ്മൾ സേഫാണ്, സേഫ് സോണാണ്, പ്രശ്നമില്ല, കൂടുതലും ഇല്ല കുറവുമില്ല, അങ്ങനെ കൊടുക്കാം. ഇത് സാധാരണ റേറ്ററുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കോമൺ എററാണ് കേട്ടോ. അപ്പോൾ അതും ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിൻ്റെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോ ഡെഫിനിറ്റ് സ്റ്റാൻഡേർഡാണ്. നമുക്ക് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു ഡെഫിനിറ്റ് ആൻഡ് ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഡെഫിനിറ്റ് ആയിട്ടുള്ളതല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളതല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യും, ഡിഫറെൻ്റ് സ്റ്റാൻഡേർഡ്സാണ് അവരെ ഉപയോഗിക്കുക. അപ്പോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ സുനിശ്ചിതമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ
നമുക്കിഷ്ടമുള്ള സ്റ്റാൻഡേർഡ് വെച്ച് അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡെഫിനറ്റ് സ്റ്റാൻഡേർഡ് ഇല്ലാതിരിക്കുന്നത് അത് ഇതിൻ്റെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മറ്റൊന്ന് ലേക്ക് ഓഫ് റിലയബിലിറ്റിയാണ്. നമുക്കിവിടെ മെഷറിംഗ് സ്റ്റാൻഡേർഡ്, ഇൻകൺസിസ്റ്റൻ്റ് യൂസ് ഓഫ് മെഷറിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ലാക്ക് ഓഫ് ട്രെയിനിങ് ഇൻ അപ്രൈസൽ ടെക്നിക്ക് മേ റിഡ്യൂസ് റിലയബിലിറ്റി അല്ലേ. ഇപ്പം നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന റേറ്റർക്ക് അല്ലെങ്കിൽ ഇവാലുവേറ്റർ ഓർ ഒബ്സർവർക്ക് സഫിഷ്യൻ്റ് ട്രെയിനിങ് കൊടുക്കണം. അവർ ഏത് മെത്തേഡ് വെച്ചിട്ടാണ്, നമ്മൾ ഒരുപാട് ടെക്നിക്സ് പഠിച്ചതാണ്, പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്സ് പഠിച്ചതാണ്. അപ്പോൾ ആ പെർഫോമൻസ് ടെക്നിക്സ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് നൽകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ അഭാവം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ മെഷറിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് യൂസസ്, ഇതൊക്കെ റിലയബിലിറ്റി കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആണ്. ദെൻ മറ്റൊരു ഡീമെറിറ്റ്സ് പറയുന്നത് ഇൻകോമ്പീറ്റൻസ് ആണ്. അതായത് നമ്മൾ റേറ്ററുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ലേക്ക് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്, റേറ്റർക്ക് ആവശ്യത്തിന് നോളജും സ്കില്ലൊന്നും ഇല്ലെങ്കിൽ പെർഫോമൻസ് ആക്യുറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ അത് ഇൻകോമ്പീറ്റൻസ് ഓർ ലേക്ക് ഓഫ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് റേറ്റർ, അതും ഈ ഒരു ടെക്നിക്സിൻ്റെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ മറ്റൊരു ലിമിറ്റേഷൻ ട്രേഡ് യൂണിയൻ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ സാധാരണ ട്രേഡ് യൂണിയനുകളൊക്കെ പെർഫോമൻസ് അപ്രൈസിൽ അവർ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷൻ എംപ്ലോയീസിനിടയിലെ ഒരു ഡിസ്ക്രിമിനേഷൻ അതുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈ ട്രേഡ് യൂണിയൻ ഇത് എതിർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് യൂണിയൻ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സിമിലാരിറ്റി എറേഴ്സ് ആണ്. അതായത് ചില റേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇപ്പോൾ ഇവിടെ റേറ്റർ എന്ന് പറയുന്നത് മിക്കവാറും അവരുടെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സോ മാനേജേഴ്സോ ഒക്കെ ആയിരിക്കും എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരെപ്പോഴും എങ്ങനെയാണ് അവരുടെ സബോർഡിനേറ്റ്സിനെ ഇവർക്കുണ്ടായിരിക്കുന്ന ക്വാളിറ്റീസ് വേണം എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ നമ്മളെ റേറ്റ് ചെയ്യുമ്പോൾ സൂപ്പർവൈസർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ അതൊക്കെ ആർക്കും വേണം, സബോർഡിനേറ്റിനും ഉണ്ടായിരിക്കണം എന്ന് അങ്ങനെ ഒരു ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരെ ഈ വാലുവേഷൻ നടത്തുന്ന സമയത്ത് സബോർഡിനേറ്റ്സിന് ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ടോ എന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഈ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന എംപ്ലോയീസിനെ അവരെ ഹൈ റേറ്റ് കൊടുക്കുകയും ചെയ്യും. ഈ ഇത്തരം സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാത്ത സബോർഡിനേറ്റ്സിന് അവരെ ലോ റേറ്റ് കൊടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ സിമിലാരിറ്റി എറേഴ്സും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസലിൽ നമുക്ക് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇൻകൺസിസ്റ്റൻ്റ് റേറ്റിംഗ്സ്, പിന്നെ ഹാലോ എഫക്റ്റ്, പേഴ്സണൽ ബയാസ് ഓഫ് അപ്രൈസർ, ദെൻ ലെനിയൻസി ഓർ സ്ട്രിക്ട്നെസ്, ആവറേജ് റേറ്റിംഗ്, no definite standards, lack of reliability, then incompetence or lack of knowledge and skills of raters, then trade union resistance, similarity errors. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ് അഥവാ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പെർഫോമൻസ് അപ്രൈസലിലെ ലാസ്റ്റ് ടോപ്പിക്സ് ആണ് പ്രോബ്ലം ഇൻ പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്? നമുക്കറിയാം പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അല്ലേ നമ്പർ ഓഫ് എറേഴ്സും ബയാസസും വീക്ക്നെസ്സും പിറ്റ്ഫിൽസും ഒക്കെ ഇവിടെ അല്ലേ അതായത് അപകടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെ. ഇപ്പം ജനറലി ദർ ആർ മെയിൻലി 4 പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് പെർഫോമൻസ് അപ്രൈസൽ. അപ്പം 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പെർഫോമൻസ് അപ്രൈസലുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് ഫാക്കൽറ്റി അസംഷൻസ്, ദെൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് അതർ ഡിഫിക്കൽട്ടീസ്. അപ്പം ഇങ്ങനെ 4 മേജർ പ്രോബ്ലംസ് ആണ് വരുന്നത്. ഫാക്കൽറ്റി അസംഷൻസ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് അതർ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ആദ്യം നമുക്ക് ഫാക്കൽറ്റി അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നതുമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില അസംഷൻസ് ഫാക്കൽറ്റിയുടെ അസംഷൻസ് വരുന്നുണ്ട്. അത് ഈ അപ്രൈസൽ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറിലേക്ക് അല്ലെങ്കിൽ അത് പരാജയപ്പെടുന്നതിലേക്ക് അത് ഇത്തരത്തിലുള്ള അസംഷൻസ് നയിക്കുന്നുണ്ട്. ദെൻ ഈ പെർഫോമൻസ് അപ്രൈസൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനെ സാധ്യമല്ലാതാക്കി തീർക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ അസംഷൻസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിലെ ഫസ്റ്റ് അസംഷൻ പറയുന്നത് മാനേജേഴ്സ് നേച്ചുറലി വിഷസ് ടു മേക്ക് ഫെയർ ആൻഡ് ആക്യുറേറ്റ് അപ്രൈസൽ ഓഫ് സബോർഡിനേറ്റ്സ് അല്ലേ. സബോർഡിനേറ്റ്സിനെ വളരെ ഫെയർ ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും വിലയിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മാനേജേഴ്സ്. അപ്പോൾ ഈ പെർഫോമൻസ് അപ്രൈസൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ അപ്രൈസൽ മെത്തേഡ് എടുക്കുന്നതും അതിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും. പക്ഷേ അത് എങ്ങനെ ആവണം എന്നില്ല. ഫെയർ ആൻഡ് ആക്യുറേറ്റ് അപ്രൈസൽ എല്ലായ്പ്പോഴും നടക്കണം എന്നില്ല. അപ്പോൾ അത് ഒരു ഇതാണ്. അപ്പോൾ മാനേജേഴ്സ് സാധാരണ കേസിൽ എപ്പോഴും സബോർഡിനേറ്റ്സിനെ വിലയിരുത്തുമ്പോൾ അത് ഫെയറായിട്ടും അതുപോലെ തന്നെ കൃത്യമതയോടെ കൂടെ ചെയ്യണം എന്നുള്ള അസംഷൻ ഉള്ളവരാണ്. ദെൻ മറ്റൊരു അസംഷൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ അപ്രൈസൽ സിസ്റ്റം അത് പെർഫെക്റ്റ് ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മളത് എടുക്കുന്നത്. നമ്മൾ ഒരുപാട് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് ഓർ ടെക്നിക് ഓർ സിസ്റ്റംസ് നമ്മൾ കണ്ടു. ഒരു 16ഓളം അപ്രൈസൽ ടെക്നിക്സുകൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതിൽ നിന്നൊരു പെർട്ടിക്കുലർ അപ്രൈസൽ സിസ്റ്റം നമ്മൾ അത് എടുക്കുന്നത് അത് പെർഫെക്റ്റ് ആണ് എന്നുള്ള ആ ഒരു അസംഷനോട് കൂടിയാണ്. പക്ഷേ ആക്ച്വലി നോ സിസ്റ്റം ക്യാൻ പ്രൊവൈഡ് ആൻ ആക്യുറേറ്റ് അപ്രൈസൽ സിസ്റ്റം. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയും 100% ആക്യുറസി നൽകുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, നമുക്ക് ലഭ്യമല്ല. അതൊരു കാരണമാണ്, അതൊരു പ്രശ്നമാണ് ഇവരുടെ. Actually no system can provide an accurate appraisal system. Then third assumption പറയുന്നത് ചില മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രൈസലിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് ചില മാനേജേഴ്സിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത്തരം ആ ഒരു ചിന്താഗതിയുള്ള ആളുകളാവുമ്പോൾ അവിടെ സുപ്പീരിയേഴ്സ് ആർ ലൈക്ലി ടു അപ്രൈസ് സബോർഡിനേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ അവിടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ മാനേജേഴ്സ് എംപ്ലോയീസിനെ എന്താ പറയുക അപ്രൈസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ പെർട്ടിക്കുലർ എംപ്ലോയീനെ സംബന്ധിച്ചിട്ടുള്ള സുപ്പീരിയേഴ്സിൻ്റെ അവരുടെ ആ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് അതിൻ്റെ ബേസിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻ ഈസ് ബെറ്റർ ദാൻ അപ്രൈസൽ. അപ്പോൾ ആ ഒരു അസംഷൻ, അങ്ങനെ ഒരു അസംഷൻ വരുന്നുണ്ട്. അത്തരം കേസുകളിലെ സുപ്പീരിയേഴ്സ് നമ്മളിപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് അപ്രൈസൽ അല്ലെങ്കിൽ ഒരു റിവ്യൂ പ്രൊസീജിയറൊക്കെ വെച്ച് എംപ്ലോയീസിനെ വിലയിരുത്തുന്നതിനേക്കാളും അവർ ആ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ദെൻ മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസ് വോണ്ട് ടു നോ വേർ ദേ സ്റ്റാൻഡ് അല്ലേ. ഇപ്പോൾ എംപ്ലോയീസിന് താല്പര്യം അവരെവിടെയാണോ നിൽക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ സബോർഡിനേറ്റ്സ് റെസിസ്റ്റ് ദ അപ്രൈസൽ ആൻഡ് ദ റിയാക്ഷൻ അഗെയിൻസ്റ്റ് അപ്രൈസൽ ഹാസ് ഓഫ് ബീൻ
പവർഫുൾ. പലപ്പോഴും അവർക്ക് എവിടെ നിൽക്കണമെന്നൊക്കെ അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ എന്തിനെ ചെയ്യുന്നുണ്ട്, ഈ അപ്രൈസൽ ചെയ്യുന്നത് സബോർഡിനേറ്റ് റെസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മളെ അപ്രൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ റേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ എവിടെ ഏത് പൊസിഷനിൽ വരും എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ടെൻഷൻ ഉണ്ടാകാം. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആവുമോ, ഇനി പുവർ ആവുമോ, നമ്മൾ ആവറേജിൽ വരും, അപ്പോൾ എവിടെ വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ് റെസിസ്റ്റ് ദ അപ്രൈസൽ, അവരുടെ റിയാക്ഷൻ പവർഫുൾ ആകുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്കൽറ്റി അസംഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എന്താണ് അപ്രൈസൽ, പെർഫോമൻസ് അപ്രൈസലിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ഫാക്കൽറ്റി അസംഷൻസിൽ നമുക്ക് ഇത്രയാണ് പറയുന്നത്. ഒന്ന്, ഫെയർ ആൻഡ് ആക്യുറേറ്റ് അപ്രൈസൽ ഓഫ് സബോർഡിനേറ്റ് ആണ് ആഗ്രഹിക്കുന്നത് മാനേജേഴ്സ്. പിന്നെ ഒരു പർട്ടിക്കുലർ അപ്രൈസൽ സിസ്റ്റം പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആക്യുറേറ്റ് അപ്രൈസൽ സിസ്റ്റം ഒരു സിസ്റ്റം നൽകുന്നില്ല, അതൊരു പ്രശ്നം. പിന്നെ പേഴ്സണൽ ഒപ്പീനിയനാണ് അപ്രൈസലിനേക്കാൾ ബെറ്റർ എന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ താല്പര്യം. പിന്നെ എംപ്ലോയീസിന് എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ അവർ അപ്രൈസലിനെ റെസിസ്റ്റ് ചെയ്യുന്നു, അതും ഒരു പ്രോബ്ലമാണ്. ദെൻ നമുക്ക് സെക്കൻഡ് മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സാണ്. സൈക്കോളജിക്കലായിട്ടുള്ള ചില ഹേർഡിൽസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇതിനെ വരുന്നുണ്ട്, പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹേർഡിൽസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലൊന്ന് വരുന്നത് മാനേജേഴ്സ് ഫീലിങ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി. അത് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് മാനേജേഴ്സിൻ്റെ. പിന്നെ ചില ആളുകളുണ്ടായിരിക്കും അപ്രൈസൽ ഈസ് എ എക്സ്ട്രാ ബേർഡൻ. ചില ആളുകളുണ്ടായിരിക്കും അപ്രൈസൽ ഒരു എക്സ്ട്രാ ബേർഡൻ ആണെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. പിന്നെ ചില മാനേജേഴ്സ് എക്സ്ട്രാ മോഡസ്റ്റ് ആയിരിക്കും, അധികം എളിമയുള്ള ആളുകളും അതുപോലെ തന്നെ ഇൻക്രെഡിലസ് ആയിരിക്കും. അതായത് ഇൻക്രെഡിലസ് എന്ന് പറയുമ്പോൾ പേഴ്സൺ അണേബിൾ ടു ബിലീവ് സംതിങ്, ഒന്നും വിശ്വസിക്കാത്ത അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മാനേജേഴ്സ് ആവാം, എക്സ്ട്രാ മോഡസ്റ്റ് ആൻഡ് ഇൻക്രെഡിലസ് മാനേജേഴ്സ് ആവാം അത്. പിന്നെ ചില മാനേജേഴ്സ് ഉണ്ടായിരിക്കും അവരെ ഇപ്പോൾ സബോർഡിനേറ്റ്സ് ഫെയിലിയർ ആകുന്നത് അവരുടെ ഇന്നെഫിഷ്യൻസി മൂലമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവർ ഇതിനെ റെസിസ്റ്റ് ചെയ്യും, ഈ അപ്രൈസലിനെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മാനേജേഴ്സ് അങ്ങനെ ഫീൽ ചെയ്യപ്പെടാം, സബോർഡിനേറ്റ് ഫെയിലിയർ ഈസ് ഡ്യൂ ടു ദെയർ ഇന്നെഫിഷ്യൻസി. അപ്പോൾ അവരുടെ ഇന്നെഫിഷ്യൻസി മൂലമാണ് സബോർഡിനേറ്റ്സ് പരാജയപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അത് ഒരു തടസ്സമാണ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിന്. പിന്നെ ചില മാനേജേഴ്സ് ഉണ്ടായിരിക്കും സബോർഡിനേറ്റ്സിനെ റിസെൻമെൻറ്റ് ചെയ്യുന്നത് ആഗ്രഹിക്കാത്ത ആളുകൾ. സബോർഡിനേറ്റ്സ് ഇപ്പോൾ ഇവരോട് നീരസം ഉണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പോൾ സബോർഡിനേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ മോശം പെർഫോമൻസ് കാണിക്കുന്ന ആളുകളാണ് എന്നൊക്കെ റേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാനേജേഴ്സിനോട് അവർക്ക് നീരസം ഉണ്ടാകുമോ അല്ലെങ്കിൽ അവരോട് വിരോധം ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെ സബോർഡിനേറ്റ്സിൻ്റെ നീരസം അല്ലെങ്കിൽ അവരുടെ വിരോധം വാങ്ങാൻ താല്പര്യമില്ലാത്ത മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അവരൊന്നും ഇവാലുവേഷൻ ഇങ്ങനെ ഇമ്പാർഷ്യലായിട്ടൊന്നും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അവിടെ അങ്ങനെയുള്ള മാനേജേഴ്സിനെ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്, മാനേജേഴ്സ് ഡിസ്ലൈക്കിംഗ് ഓഫ് റിസെൻമെൻറ്റ് ബൈ സബോർഡിനേറ്റ്സ്. അപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ നീരസം വാങ്ങാൻ താല്പര്യമില്ലാത്ത മാനേജേഴ്സ്. പിന്നെ ചില മാനേജേഴ്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ സബോർഡിനേറ്റ്സ് മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതിനിഷ്ടപ്പെടാത്ത ചില മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അവരൊന്നും അതൊക്കെ എന്താണ് തടസ്സങ്ങളാണ് പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നതിന്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മാനേജേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഇവാലുവേഷനെ തടസ്സം നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ആ ഒരു ഉദ്ദേശത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ മാനേജേഴ്സ് ഫീലിങ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി, appraisal is an extra burden, managers being extra modest and incredulous, managers feel that the subordinate failure is due to their
inefficiency, then managers disliking of resentment by subordinates, managers disliking of communicating poor performance to subordinate. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സൈക്കോളജിക്കൽ ഈ ബാരിയേഴ്സ് എല്ലാം തന്നെ ഇംപാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് അവരുടെ സബോർഡിനേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് മാനേജേഴ്സിനെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത് ഒരു സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ദെൻ മറ്റൊന്ന് വരുന്നത് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. അപ്പോൾ സാങ്കേതികപരമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ ടെക്നിക്കൽ ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്കൽ ബാരിയേഴ്സിനെ 2 മേജർ ഇതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മേജർ ടെക്നിക്കൽ ബാരിയേഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് ക്രൈറ്റീരിയൻ പ്രോബ്ലവും മറ്റൊന്ന് ഡിസ്റ്റോർഷനുമാണ്. അപ്പം ഇങ്ങനെ 2 മേജർ ഇതാണ് വരുന്നത്. അതിനെ കീഴിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രൈറ്റീരിയൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യും. അപ്പോൾ ആ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ഈസ് ഡിഫിക്കൾട്ട് ടു ചൂസ്. അപ്പോൾ നമുക്കിവിടെ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ക്രൈറ്റീരിയ തിരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് ചൂസ് ചെയ്യാനായിട്ട് വളരെ പ്രയാസകരമാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ, ഇപ്പോൾ ഇന്ന ക്രൈറ്റീരിയ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇന്ന ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ക്രൈറ്റീരിയ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ഓൾസോ ഡിഫിക്കൾട്ട് ടു മെഷർ. അത് മെഷർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയാസ് മെഷർ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആംബിഗ്വിറ്റി, വാഗ്യൂനെസ്സസ്, അതുപോലെ ജനറാലിറ്റി ഓഫ് ക്രൈറ്റീരിയ, ഇതൊക്കെ വളരെ എന്താ പറയുക ഈ ഒരു പ്രോസസ്സിനെ തടസ്സം നിൽക്കുന്ന ഹേർഡിൽസുകളാണ്. നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയയിലെ വ്യക്തത ഇല്ലാതെ ഇരിക്കുക, അതുപോലെ അത് ജനറലൈസ് ചെയ്ത് വരിക. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് പെർഫോമൻസ് ഇവാലുവേഷൻ വളരെയധികം ഡിഫിക്കൾട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എംപ്ലോയീസിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആ ഒരു ട്രെയ്റ്റ്, സ്വഭാവവിശേഷമാണ്, അത് എന്താ പറയുക ഡിഫൈൻ ചെയ്യാനായിട്ട് ഡിഫിക്കൾട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ട്രെയ്റ്റ്സ് ഓർ ക്രൈറ്റീരിയ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് പല രീതിയിൽ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഓരോ റേറ്റേഴ്സും അല്ലെങ്കിൽ ഓരോ ഒബ്സർവേഴ്സും അത് അവരുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ക്രൈറ്റീരിയൻ പ്രോബ്ലത്തിൽ വരുന്നത് അതാണ്. നമ്മളിപ്പോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ, അതിൻ്റെ സെലക്ഷൻ, അത് മെഷർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ് ഓർ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ക്രൈറ്റീരിയൻ പ്രോബ്ലത്തിൽ വരുന്നത്. പിന്നെ ഒന്ന് ഡിസ്റ്റോർഷനാണ്. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വളച്ചൊടിക്കലാണ്. ഇപ്പോൾ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന തെറ്റുകൾ, എറേഴ്സ്, മിസ്റ്റേക്സ്, അതുപോലെ തന്നെ റേറ്ററുടെ ഭാഗത്ത് നിന്നുള്ള ബയാസ് ഓർ പാർഷ്വാലിറ്റി, അതാണ് ഏതിന് കാരണമാകുന്നത്? ഡിസ്റ്റോർഷനെ കാരണമാകുന്നത്. അപ്പോൾ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത് ഏതൊക്കെ രീതിയിലാണ്? ഒന്നുകിൽ ഇൻ ദ ഫോം ഓഫ് ബയാസ്, അല്ലെങ്കിൽ എറേഴ്സ് ഇൻ മേക്കിംഗ് ദ ഇവാലുവേഷൻ. ഈ 2 രീതിയിലാണ് ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റോർഷൻസ് ഇവാലുവേറ്റേഴ്സ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി അത് ഉണ്ടാകുന്നതാണ്. മനഃപൂർവ്വം ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ അവരെ മനഃപൂർവ്വമല്ലാതെയും എന്തുണ്ടാകാം? ഇത്തരത്തിലുള്ള ബയാസും അതുപോലെ തന്നെ എറേഴ്സും ഉണ്ടാകാം. അപ്പോൾ ബോധപൂർവം വരുത്തുന്ന മിസ്റ്റേക്സുകളും വരാം,
ബോധപൂർവമല്ലാതെ ഉണ്ടാകുന്ന മിസ്റ്റേക്സുകളും വരാം ഡിസ്റ്റോർഷനിൽ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസലുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്റ്റോർഷൻസ് എന്നുള്ളത്. അപ്പോൾ ഡിസ്റ്റോർഷൻസ് മീൻസ് ഇവിടെ ഇതാ ഉള്ളൂ, അത് ഉണ്ടാകുന്നത് ഒന്നുകിൽ ഇൻ ദ ഫോം ഓഫ് ബയാസ് അല്ലെങ്കിൽ എറേഴ്സ് ഇൻ മേക്കിംഗ് ദ ഇവാലുവേഷൻ. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് വരുന്ന ഡിസ്റ്റോർഷൻസ് വരുന്നത്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് ഹാലോ എഫക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാലോ എഫക്റ്റ് എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സിംഗിൾ ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഓവറോൾ ജഡ്ജ്മെൻറ്റ് നമ്മൾ നടത്തുക. അങ്ങനെ വരുമ്പോഴാണ് അതാണ് ഈ ഹാലോ എഫക്റ്റ് വരുന്നത് കേട്ടോ. ഹാലോ എഫക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വെൻ ആൻ ഓവറോൾ ഇംപ്രഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ട്രേറ്റ്. ഒരു സിംഗിൾ ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ നമ്മൾ ഓവറോൾ പെർഫോമൻസ് നമ്മൾ ജഡ്ജ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇവിടെ അങ്ങനെ വരുമ്പോഴാണ് ഈ ഹാലോ എഫക്റ്റ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നമ്മൾ ആ ഒരു തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു എംപ്ലോയിയുടെ ഒരു പെർട്ടിക്കുലർ ട്രേറ്റിന് ഹൈ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ട്രേറ്റ്സുകളും നമ്മൾ വാല്യൂ ചെയ്യുന്നത് ആ ഒരു ഹൈ റേറ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതാണ് ഒരു കേസ് വരുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട് പേഴ്സണൽ സിമ്പതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹയർ റേറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഹാലോ എഫക്റ്റ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത് റേറ്റർ അപ്പോൾ റേറ്റിയുടെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസോ ഗുഡ് പെർഫോമൻസോ അല്ലെങ്കിൽ അയാളുടെ ബാഡ് പെർഫോമൻസോ അതിൻ്റെ സ്വാധീനത്താൽ എൻറ്റയർ പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യപ്പെടുക. അപ്പോഴാണ് ഈ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്ന ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എംപ്ലോയിയുടെ റേറ്റിയുടെ അഥവാ എംപ്ലോയിയുടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പെർഫോമൻസ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ആവാം, പുവർ പെർഫോമൻസ് ആവാം, ആവറേജ് ആവാം. അപ്പോൾ അതിലേതെങ്കിലും ഒന്നോ രണ്ടോ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ട്രേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ എൻറ്റയർ പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ആണ് ഈ ഒരു എഫക്റ്റ് വരുന്നത്. പിന്നെ മറ്റൊരു ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസിയാണ്. സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഇതൊരു എററാണ്. റേറ്ററുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു എററാണ് ഈ ഒരു സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് അയാൾ റേറ്റ് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എംപ്ലോയീസിനും അയാളെ ആവറേജിൽ റേറ്റിംഗ് കൊടുക്കുക. അതാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിനെ സുപ്പീരിയർ അല്ലെങ്കിൽ സുപ്പീരിയർ പേഴ്സൺസ് അല്ലെങ്കിൽ ഇൻഫീരിയർ പേഴ്സൺസ് ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ അങ്ങനെയൊന്നും വേർതിരിക്കാതെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർ അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവർ എന്നൊന്നും വേർതിരിക്കാതെ എല്ലാവരെയും ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്നവർ ആവറേജ് പെർഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് റേറ്റിംഗ് കൊടുക്കുക. അപ്പം അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അത് റേറ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. ദെൻ മറ്റൊന്ന് കണ്ടിന്യൂവസ് എററാണ്. വളരെ കോമൺ ആയിട്ട് മോസ്റ്റ് കോമൺലി ഫൗണ്ട് എററാണ് കണ്ടിന്യൂവസ് എറേഴ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഈ കണ്ടിന്യൂവസ് എറേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാ ആ ഒരു ഓൾ ഫേസസ് ഓഫ് ലൈഫിലും നമുക്ക് ടഫ് റേറ്റേഴ്സിനെയും കാണാം, ഈസി റേറ്റേഴ്സിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റേറ്ററുടെ ഈ ഒരു ട്രെയ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു സ്വഭാവം, അത് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? റേറ്റിങ്ങിലെ അല്ലെങ്കിൽ അവർ ഇവാലുവേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ചില റേറ്റേഴ്സ് വളരെ ലിബറലായിട്ടുള്ള ആളുകളായിരിക്കും, ചില ആളുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇനി വേറെ കുറച്ച് ആളുകൾ ഇതിന് രണ്ടിൻ്റെയും മിഡിലിൽ നിൽക്കുന്ന ആളുകൾ
ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ട്രെയ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ട്രെയ്റ്റ് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? അവരുടെ റേറ്റിംഗ് പ്രോസസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മോസ്റ്റ് റേറ്റേഴ്സും എങ്ങനെയായിരിക്കും? എല്ലാ എംപ്ലോയീസിനും ആവറേജ് റേറ്റിംഗ് ആണ് കൊടുക്കുക. കാരണം അവരെപ്പോഴും ആ ഒരു സ്കെയിലിൻ്റെ സെൻറ്ററിൽ നിർത്താനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു ഹൈ റേറ്റ് കൊടുത്താലും വളരെ ലോ റേറ്റ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിൻ്റെ ന്യായീകരിക്കാൻ നിൽക്കണം. അപ്പോൾ അതിനേക്കാളും സേഫ് ആയിട്ടുള്ള കാര്യം എല്ലാവരെയും ആ ഒരു സ്കെയിലിൻ്റെ സെൻറ്ററിൽ കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ആവറേജ് റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആവറേജ് റേറ്റിംഗ് എപ്പോഴും സേഫറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്ലിക്കൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സഫിഷ്യൻ്റ് നോളജ് റേറ്റർക്കില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും അയാൾക്ക് എന്ത് വരും? ആ റേറ്റിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടിന്യൂവസ് എറേഴ്സിൽ വരുന്നത്. അത് റേറ്റിങ്ങിൽ അപ്പോൾ ലിബറലായിട്ടുള്ള ആളുകൾ ഹൈ റേറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിന്യൂവസ് എറേഴ്സിൽ നമുക്ക് വരുന്നതാണ്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു എററാണ്. അതായത് എല്ലാവർക്കും ഇവിടെ ഓൾമോസ്റ്റ് ഓൾ എംപ്ലോയീസിനെയും സ്കെയിലിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. അതുപോലെ അപ്ലിക്കൻസിനെ സംബന്ധിച്ചിട്ടുള്ള സഫിഷ്യൻ്റ് നോളജിൻ്റെ അഭാവം. അങ്ങനെ വരുമ്പോഴും നമ്മൾ ആവറേജ് പൊസിഷനിലേക്കാണ് അവരെ കൊണ്ടുപോവുക. നമുക്ക് എംപ്ലോയീസിനെ കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമോ? ഇവരത്ര നന്നാവുമോ? നമുക്കറിയില്ല. ലോ പെർഫോമൻസും കൊടുക്കാൻ പറ്റില്ല. അവർ അതിമോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ്, അവർക്കും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ല. അതന്നെ. പിന്നെ ഒരെണ്ണം വരുന്നത് ഹോൺ എഫക്റ്റാണ്. HORN, ഹോൺ എഫക്റ്റ്. ഇതും റേറ്ററുടെ വേറൊരു തരത്തിലുള്ള ബയാസാണ് കേട്ടോ, ഹോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എങ്ങനെയാ വെച്ചിങ്ങനെ, ഇപ്പോൾ റേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ റേറ്റ് അവരുടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ക്വാളിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഹാർഷായിട്ട് റേറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഹോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ ഉണ്ടാവും ഭയങ്കര ഒട്ടും ചിരിക്കാത്ത അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ റേറ്റിങ്ങിൽ ചിലപ്പോൾ ലോ റേറ്റിംഗ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. മറ്റാളുകളുടെ പോലെ അയാളെ കാണില്ല, അയാൾക്ക് അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയാണ് നമ്മൾ ഹോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു വേറെ തരത്തിലുള്ള റേറ്ററുടെ ഒരു ബയാസ് തന്നെയാണ്. അവിടെ നെഗറ്റീവ് ക്വാളിറ്റി റേറ്റ് ചെയ്യാണ്, ഹാർഷ്ലി നമ്മളത് റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ലെനിയൻസിയാണ്. അതും നമ്മൾ പറഞ്ഞതാണ്. ഡിപ്പെൻഡിങ് ഓൺ റേറ്റേഴ്സ് ഓൺ മെൻ്റൽ മേക്കപ്പ് അറ്റ് ദ ടൈം ഓഫ് അപ്രൈസൽ, അല്ലേ? നമ്മൾ അപ്രൈസ് ചെയ്യുന്ന സമയത്ത് റേറ്ററുടെ ആ ഒരു മെൻ്റൽ സെറ്റപ്പ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റേറ്റേഴ്സ് റേറ്റ് ചെയ്യാറുണ്ട്. ചില സമയത്ത് സ്ട്രിക്റ്റായിട്ട് റേറ്റ് ചെയ്യും, ചില സമയത്ത് വളരെ ലെനിയൻ്റ്ലി അവർ റേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അപ്രൈസേഴ്സ് സാധാരണ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവാലുവേറ്റിംഗ് അതേഴ്സ് ഡിഫിക്കൾട്ട്, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡിഫിക്കൾട്ടായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ നെഗറ്റീവ് റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ എന്താ പറയുക, റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ലെനിയൻസിയിൽ അതാണ് വരുന്നത്. പിന്നെ എല്ലാവരെയും നമുക്ക് ഹൈ റേറ്റഡ് ഹൈ ദ സിസ്റ്റം ഹാസ് നോട്ട് ഡൺ എനിത്തിങ് ടു ഡിഫറൻഷിയേറ്റ് എമംഗ് എംപ്ലോയീസ്. അപ്പം അത് ഈ ലെനിയൻസി എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഇത് നമ്മൾ പറയില്ലേ, നമ്മളിപ്പോഴും പറയില്ലേ, പേപ്പർ നോക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇതിനനുസരിച്ചിരിക്കും എന്നൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയില്ലേ, എന്ന പോലെയൊക്കെ തന്നെ നമ്മൾ ആ പ്രൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് റേറ്ററുടെ ആ മെൻ്റൽ മേക്കപ്പിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് റേറ്റേഴ്സ് റേറ്റഡ് വെരി സ്ട്രിക്ട്ലി ഓർ വെരി ലെനിയൻ്റ്ലി, അതാണ് ലെനിയൻസിയിൽ പറയുന്നത്.
അപ്പോൾ ഈ ലെനിയൻസി എറർ വരുമ്പോൾ അത് അപ്രൈസൽ സിസ്റ്റം ഇൻഎഫക്റ്റീവ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഒന്ന് വരുന്നത് എറേഴ്സ് ഓഫ് വേരിയബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. എറേഴ്സ് ഓഫ് വേരിയബിൾ സ്റ്റാൻഡേർഡ് അത് വളരെ ക്വൈറ്റായിട്ട് വരുന്ന ഒരു ഇതാണ്. ഡിഫറെൻ്റ് ഓർഗനൈസേഷൻസ് ഡിഫറെൻ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ചില ഡിവിഷണൽ ഹെഡ്സ് മറ്റുള്ളവരെക്കാളും ഹയർ ക്വാളിറ്റി പെർഫോമൻസിലെ ആവശ്യപ്പെടുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു വേരിയബിൾ സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നത് റേറ്റിങ്ങിന് വരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. ഡിഫറെൻ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ചിലവർക്ക് ഹൈ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ചിലവരെ ഒരു മീഡിയം അതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ സ്റ്റാൻഡേർഡിൽ വ്യത്യാസം വരുമ്പോൾ അതും ഇത് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ വരുന്നതൊന്ന് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ നമ്മൾ പറയുന്നത് ചിലപ്പോഴേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക പേഴ്സൻ്റെ സെക്സ്, ഏജ്, റിലീജിയൻ, കാസ്റ്റ്, പിന്നെ അവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അതാണ് സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ നമുക്ക് വരുന്നത്. ബൈ ജനറലൈസിങ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് സച്ച് എ ബ്ലറേഡ് ഇമേജസ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റൂറൽ ഏരിയാസിൽ നിന്ന് വരുന്ന എംപ്ലോയീസും അർബൻ ഏരിയാസിൽ നിന്ന് അല്ലേ സോഫിസ്റ്റിക്കേറ്റഡ് അർബൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ റൂറൽ ഏരിയാസിൽ നിന്ന് വരുന്ന എംപ്ലോയീസിനെ മറ്റ് ആളുകളുമായിട്ട് ഇപ്പോൾ അർബൻ ഏരിയാസിൽ നിന്ന് വരുന്ന എംപ്ലോയീസുമായിട്ട് താരതമ്യം വെച്ച് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഒരു നെഗറ്റീവ് ഇത് കൊടുത്തിട്ട് അവരെ ചിലപ്പോൾ അണ്ടർ റേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സെക്സ്, ഏജ്, റിലീജിയൻ, കാസ്റ്റ്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ അവരെ റേറ്റിംഗ് നടത്തുക. അതൊക്കെ റേറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അത്തരം ഡിസ്റ്റോർഷനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റർ ചിലപ്പോൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യുക. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ. ചില കേസുകളിൽ ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്ത്രീകളെക്കാളും കൂടുതൽ നന്നായിട്ട് പുരുഷന്മാർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഇത് അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും, മെയിൽ വർക്കേഴ്സിനായിരിക്കും അവർ നന്നായി റേറ്റ് ചെയ്ത് ഫീമെയിൽ വർക്കേഴ്സിന് അണ്ടർ റേറ്റിംഗ് ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ റിലീജിയൻ്റെയും കാസ്റ്റിൻ്റെയും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയും സോഷ്യൽ ക്ലാസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് റേറ്റിംഗ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓവർ എസ്റ്റിമേറ്റ് ഓർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക പേഴ്സൻ്റെ പെർഫോമൻസ്. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് വരുന്നത് റിസൻസി എഫക്റ്റ് ആണ്. റിസൻസി എഫക്റ്റിൽ പറയുന്നത് റേറ്റർ എപ്പോഴും റീസെൻ്റ് ഒക്കുറൻസിനെ കൂടുതൽ വെയിറ്റേജസ് കൊടുത്തിട്ട് റേറ്റിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ റീസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഏർലിയർ പെർഫോമൻസിനേക്കാളും റീസെൻ്റ് പെർഫോമൻസിന് കൂടുതൽ വെയിറ്റേജസ് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 5-6 മാസം മുൻപ് എക്സലൻ്റ് പെർഫോമൻസ് നമ്മൾ കാഴ്ചവെച്ചു എന്ന് വിചാരിക്കും, ഒരു 6-7 മാസം മുൻപ്. പക്ഷേ നമ്മൾ ഇപ്പോഴാണ് റേറ്റിംഗ് ഇവാലുവേഷൻ വരുന്നത് ഇപ്പോഴാണ് പെർഫോമൻസിൻ്റെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഈ ഒരു കറൻറ്റ് ടൈമിൽ നമ്മുടെ പെർഫോമൻസ് കുറച്ച് മോശമായിരിക്കും. പക്ഷേ മുൻപ് നമ്മൾ എക്സലൻ്റ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. കറൻ്റ്ലി നമ്മുടെ പെർഫോമൻസ് ഇത്തിരി മോശമാണ്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പുവർ റേറ്റിംഗ് ആണ് നമുക്ക് കിട്ടുക. കാരണം ആ മുൻപ് ചെയ്ത നമ്മുടെ ഏർലിയർ പെർഫോമൻസിനെ കുറച്ച് വെയിറ്റേജാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിൽ വരുന്ന ഡിസ്റ്റോർഷനെയാണ് നമ്മൾ റീസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ആ മുൻപ് നമ്മൾ ചെയ്ത ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കുറച്ച് കാലം മുൻപായതുകൊണ്ട് അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് മറന്നു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ റീസെൻ്റ് ഇതിനെ കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് റേറ്റിംഗ് നടത്തുക. അപ്പോൾ ഈ ഒരു തരത്തിനെയാണ് നമ്മൾ റീസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. സ്പിൽ ഓവർ എഫക്റ്റ് എന്നുകൂടെ നമ്മളിതിനെ പറയാറുണ്ട്. നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ് നമ്മുടെ പ്രസൻറ്റ് റേറ്റിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷേ അത് ഫോർഗോട്ട് ചെയ്തിട്ട് നമ്മൾ റീസെൻ്റ് പെർഫോമൻസിനെ കൂടുതൽ വെയിറ്റേജസ് നൽകിക്കൊണ്ട് റേറ്റിംഗ് നടത്തുക. ദെൻ മറ്റൊരു ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് റേറ്റേഴ്സ് ലൈക്കിംഗ് ആൻഡ് ഡിസ്ലൈക്കിംഗ് ആണ്. അപ്പോൾ റേറ്റേഴ്സിൻ്റെ ലൈക്കിംഗ് ആൻഡ് ഡിസ്ലൈക്കിങ്സ്, ഇപ്പോൾ മാനേജേഴ്സ് റേറ്റിംഗ് നടത്തുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ഫാക്ടേഴ്സും ഇമോഷൻസും ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾ റിയാലിറ്റി എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതൽ റേറ്റ് കൊടുക്കും അല്ലെങ്കിൽ സ്കോർ കൊടുക്കും. അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ലോ റേറ്റിങ്ങും കൊടുക്കാം. അപ്പോൾ ആ ഒരു റേറ്റേഴ്സിൻ്റെ ലൈക്കിംഗ് ആൻഡ് ഡിസ്ലൈക്കിങ് വരുന്നുണ്ട്. അതിനുള്ള സാധ്യതയില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതൽ റേറ്റിംഗ് നൽകും, ഇഷ്ടമില്ലാത്തവരെ കുറച്ച് റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസിൽ നമുക്ക് ഇതൊക്കെയാണ് വരുന്നത്. മേജറായിട്ട് 2 ക്രൈറ്റീരിയൻ പ്രോബ്ലം ഡിസ്റ്റോർഷനുമാണ്. അതിലെ ഡിസ്റ്റോർഷനിൽ വരുന്നതാണ് ഹാലോ എഫക്റ്റ്, സെൻട്രൽ ടെൻഡൻസി, കണ്ടിന്യൂവസ് എറേഴ്സ്, ഹോൺ എഫക്റ്റ്, ലെനിയൻസി, എറേഴ്സ് ഓഫ് വേരിയബിൾ സ്റ്റാൻഡേർഡ്സ്, സ്റ്റീരിയോടൈപ്പിംഗ്, റീസൻസി എഫക്റ്റ്, റേറ്റേഴ്സ് ലൈക്കിംഗ് ആൻഡ് ഡിസ്ലൈക്സ്. ദെൻ അതിലെ മറ്റൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, പിന്നെ അതിൽ വരുന്നത് അതർ ഡിഫിക്കൽട്ടീസ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഇൻ പെർഫോമൻസ് അപ്രൈസലിലെ ഫാക്കൽറ്റി അസംഷൻസ് പറഞ്ഞു, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് പറഞ്ഞു, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് പറഞ്ഞു. ദെൻ നമുക്കതിൽ ലാസ്റ്റ് വരുന്നത് അതർ ഡിഫിക്കൽട്ടീസ് ആണ്. അതർ ഡിഫിക്കൽട്ടീസിൽ വരുന്നത് ഒന്ന് പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ്, പിന്നെ പുവർ അപ്രൈസൽ ഫോംസ്, പിന്നെ ലേക്ക് ഓഫ് റേറ്റർ പ്രിപ്പയർഡ്നെസ്, ദെൻ ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അത്രയാണ് അതർ ഡിഫിക്കൽട്ടീസിൽ വരുന്നത്. ഒന്നാമത്തെ പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ് ആണ്. നമുക്ക് മാനേജേഴ്സിനെ പെർഫോമൻസ് അപ്രൈസൽ എഫക്റ്റീവായിട്ട് ഫലപ്രദമായ രീതിയിൽ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് മാനേജേഴ്സിനെ അറിഞ്ഞിരിക്കണം. അത് അറിയുന്നില്ലെങ്കിൽ അവർക്ക് അപ്രൈസിൽ ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ, എഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ജസ്റ്റ് സംഭവിക്കുന്ന ഒന്നൊന്നല്ല. ഓർഗനൈസേഷൻസിലെ മാനേജേഴ്സിനെ അവരെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് മാനേജേഴ്സിനെ അത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻ്റ് ഓർഗനൈസേഷനുകളിലെ ഡിഫറെൻ്റ് അപ്രൈസൽ മെത്തേഡ്സാണ് അവർ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക, ഡിഫറെൻ്റ് പ്രോസസ്സാണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ ഏത് മെത്തേഡാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് അത് എങ്ങനെ കണ്ടക്ട് ചെയ്യണം ആ പ്രൈസിൽ, അതിനെക്കുറിച്ചിട്ട് മാനേജേഴ്സിനെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് നൽകിയിരിക്കണം. അപ്പോൾ ട്രെയിനിങ് റെഗുലറായിട്ട് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ അവർക്ക് ട്രെയിനിങ് പ്രോപ്പറായിട്ട് കൊടുക്കണം. അപ്പോൾ പുവർ ട്രെയിൻഡ് മാനേജേഴ്സ് ആണെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ഇൻഎഫക്റ്റീവ് ആയിരിക്കും. പിന്നെ പുവർ അപ്രൈസൽ ഫോമാണ്. നമ്മുടെ അപ്രൈസൽ പ്രോസസ്സും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അപ്രൈസലിന് ഉപയോഗിക്കുന്ന റേറ്റിംഗ് സ്കെയില് വാഗ്യൂ ആൻഡ് അൺക്ലിയർ, അത് വ്യക്തതയില്ലാത്തതും അവ്യക്തമായിട്ടുള്ളതും ക്ലാരിറ്റി ഇല്ലാത്തതുമാണെങ്കിൽ, അതുപോലെ തന്നെ ജോബ് പെർഫോമൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സുകളൊക്കെ അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ റേറ്റിംഗ് ഫോമെങ്കിൽ, അപ്പോഴൊക്കെ അത് ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നതാണ്. അതുപോലെ റേറ്റിംഗ് ഫോമിലെ
നമുക്ക് അഡീഷണൽ ഇറലവൻസ് പെർഫോമൻസ് ഡയമെൻഷൻസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലമാണ്. അതുപോലെ നമ്മുടെ റേറ്റിംഗ് ഫോം വളരെ വലുതും കോംപ്ലക്സുമാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാവുന്നതാണ് പുവർ അപ്രൈസൽ ഫോംസ്. അപ്പോൾ അപ്രൈസൽ ഫോം മോശമാകുന്നത്. പിന്നെ ലേക്ക് ഓഫ് റേറ്റർ പ്രിപ്പയർഡ്നെസ് ആണ്. റേറ്റർക്ക് ട്രെയിനിങ് കൊടുത്താൽ പോരെ, നമുക്ക് ട്രെയിനിങ് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടണം. ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനം അവർക്ക് വേണം. അപ്പോൾ ആ പരിശീലനം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അതും അപ്രൈസലിനെ ബാധിക്കുന്നതാണ്. ഇതൊരു സീരിയസ് ലിമിറ്റേഷനാണ്. പ്രത്യേകിച്ചും നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് റേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ എംപ്ലോയീസിൻ്റെ ടെക്നിക്കൽ കോമ്പീറ്റൻസ് ഒക്കെയാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിൽ നമുക്ക് അത്ര വലിയ നോളജ് ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ അവരുടെ ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് നമുക്ക് റേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് അതുപോലെ തറോ ഫീഡ്ബാക്ക് സെഷൻസൊക്കെ വെച്ച് നമുക്കത് ചെയ്യണമെങ്കിൽ റേറ്റർക്ക് അതിന് വേണ്ട നോളജ് സ്കില്ല് ആവശ്യമാണ്. അപ്പോൾ റേറ്ററുടെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പയർഡ്നെസ്സിൻ്റെ അഭാവം അതും ഒരു പ്രശ്നമാണ്. പിന്നെ ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. അതായത് ഓർഗനൈസേഷണൽ പോളിസീസും അതൊക്കെ ഫലപ്രദമല്ലെങ്കിൽ, അതായത് റേറ്റേഴ്സിനെ അവർക്ക് സ്യൂട്ടബിളി അവർക്ക് റിവാർഡഡ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിഫലം അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ ആ ഒരു വർക്ക് അവർക്ക് ശരിയായ രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അതർ ഡിഫിക്കൽട്ടീസിൽ വരുന്നത്. പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ്, പുവർ അപ്രൈസൽ ഫോം, ലേക്ക് ഓഫ് റേറ്റർ പ്രിപ്പയർഡ്നെസ്, ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അപ്പോൾ അതും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ നയങ്ങളും അവരുടെ പ്രാക്ടീസസുകളൊക്കെ ഫലപ്രദമായിരിക്കണം. അപ്പോൾ ഇവരെ റേറ്റർ സിൻസിയറായിട്ട് അപ്രൈസൽ ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അതിനുള്ള പ്രതിഫലം കൊടുക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടണം. പിന്നെ പലപ്പോഴും എന്താ പറയുക, റേറ്റേഴ്സ് ലോ റേറ്റിംഗ് ഒക്കെ നൽകിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. അതായത് റേറ്ററുടെ ഭാഗത്തു നിന്നുള്ള ഫെയിലിയറാണ് ഈ എംപ്ലോയീസിൻ്റെ ഈ ഒരു ഇതിന് കാരണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എംപ്ലോയീസിനും സാറ്റിസ്ഫാക്ടറി റേറ്റിംഗ് ആയിരിക്കും കൊടുക്കുക. പുവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാണെങ്കിൽ കൂടെ റേറ്റേഴ്സ് എന്തുണ്ടാക്കാം, അവർ എന്താ പറയുക, സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടായിരിക്കുക റേറ്റ് ചെയ്യുമ്പോൾ. അതൊക്കെ ഇവരുടെ ഓർഗനൈസേഷണൽ പോളിസീസിൻ്റെ ആ ഒരു ഇൻഎഫക്റ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. ഇപ്പം നോർമലി ഒരു റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ അപ്രൂവ് ചെയ്യണം. പലപ്പോഴും സ്ഥാപനങ്ങളിൽ അങ്ങനെയൊന്നും കാണാറില്ല. റേറ്റർ എന്താണോ കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പം ഇത്രയാണ് നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ഇൻ പെർഫോമൻസ് അപ്രൈസലും അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസലുമാണ് കണ്ടത്. അപ്പം ഇതോടുകൂടെ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോമ്പൻസേഷൻ ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.